Hello everyone, welcome back to my channel. സീ ഫീവർ എന്ന് പറയുന്ന ജോൺ മേസ്ഫീൽഡിന്റെ ഒരു പോയട്രിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. I must go down to the seas again, to the lonely sea and the sky, and all I ask is a tall ship and a star to steer her by. I must go down to the seas again. ഞാൻ എന്തായാലും മസ്റ്റായിട്ടും കടലിലേക്ക് ഒന്നുകൂടി പോകണം. ഇവിടെ മസ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. മസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഷുവർ എന്തായാലും ഉറപ്പായിട്ടും ചെയ്തിരിക്കണം എന്ന് പറയാനാണ് മസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ പോയിട്ട് പറയാണ് ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. ഞാൻ എന്തായാലും കടലിലേക്ക് പോവണം. ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. ഇവിടെ സീനെ ലോൺലി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് തനിച്ച് കിടക്കുന്ന. അപ്പോൾ ലോൺലി എന്ന് വെച്ചാൽ ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ടാണല്ലോ. ഫ്രീ ആണ് ആള്, ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുടെ ഒരു ഇൻഡിപെൻഡൻസ് നമുക്കറിയാം അല്ലേ. അതേപോലെ തന്നെ ഇവിടെ സീ ആൻഡ് ദ സ്കൈ, സീയും സ്കൈയും ലോൺലി ആണ്, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിലേക്ക്, ആ ഒരു ഫ്രീഡത്തിലേക്ക് എനിക്കും പോകണം. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ ടോൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹർ ബൈ. എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ടോൾ ഷിപ്പ്, നല്ല ടോൾ ആയിട്ടുള്ളൊരു ഷിപ്പും വേണം. അതേപോലെ തന്നെ ആൻഡ് എ സ്റ്റാർ, ഒരു സ്റ്റാറും വേണം. സ്റ്റാർ എന്തിനാന്ന് പറയുന്നത് ടു സ്റ്റിയർ ഹെർ ബൈ, അതായത് നമ്മുടെ ഷിപ്പിനെ, ഹെർ എന്ന് ഉദ്ദേശിക്കുന്നത് ഷിപ്പിനെയാണ്, ഷിപ്പിനെ സ്റ്റിയർ ചെയ്യാന്ന് പറഞ്ഞു. സ്റ്റിയർ മീനിങ് ടു കൺട്രോൾ, ടു ഗൈഡ്, ഗൈഡ് ചെയ്യാനായിട്ട് ഷിപ്പിനെ, അതായത് ഷിപ്പിനൊരു ഡിറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാറിനെ വേണമെന്ന് പോയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഷിപ്പിൽ പോകുമ്പോൾ ഡിറക്ഷൻ അറിയാനായിട്ട് സ്റ്റാർസിനെ ഉപയോഗിക്കാറുണ്ട്. സ്റ്റാർ നോക്കിയിട്ട് ആ ഒരു ഡിറക്ഷൻ നോക്കി പോവാറുണ്ട് ആളുകൾ. അപ്പോൾ പോയിന്റിന് വേണ്ടത് ഒരു ഷിപ്പ് വേണം. ആ ഷിപ്പിനെ ഡയറക്റ്റ് ചെയ്ത് പോകാനായിട്ട്, കൺട്രോൾ ചെയ്ത് പോകാനായിട്ട്, ഗൈഡ് ചെയ്ത് പോകാനായിട്ട് ഒരു സ്റ്റാറും വേണം. ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ്സ് സോങ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ് ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. ആൻഡ് ദ വീൽസ് കിക്ക്, വീൽസ് കിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഷിപ്പിന്റെ വീലില് ഈ വേവ്സ് വന്ന്, തിരകൾ വന്ന് അടിക്കുമ്പോഴുള്ള ആ ഒരു ശബ്ദം, അതിനെയാണ് വീൽസ് കിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കിക്ക് വേണം. അതേപോലെ ആൻഡ് ദ വിൻഡ്സ് സോങ്, ആ ഒരു വിൻഡ്, കാറ്റിന്റെ ആ ഒരു ശബ്ദം, അതൊരു പാട്ട് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ വിൻഡ്സ് സോങ്, വിൻഡിന്റെ, കാറ്റിന്റെ പാട്ട് വേണം. ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, അതായത് ഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പോയട്രിയിൽ ഒരു ഫിഗർ ഉണ്ട്, ആ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ആ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു വൈറ്റ് കളർ കാണാമല്ലോ, ഷിപ്പിന്റെ മുകളിൽ ഇങ്ങനെ വൈറ്റ് കളർ ഇല്ലേ, അതിനെയാണ് വൈറ്റ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ഷിപ്പിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, യെസ്, അതാണ് വൈറ്റ് സെയിൽ. വൈറ്റ് സെയിൽ ഷേക്കിംഗ്, ആ വൈറ്റ് സെയിൽ ഷേക്ക് ചെയ്തുകൊണ്ടും ഇരിക്കണം, അനങ്ങിക്കൊണ്ടും ഇരിക്കണം. ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്, കടലിന്റെ മുഖത്ത് ഒരു ഗ്രേ മിസ്റ്റ്, ഗ്രേ കളറിലുള്ള ഒരു മഞ്ഞ് പോലെ കാണാം. ഗ്രേ കളർ ഉദ്ദേശിച്ചേക്കുന്നത് ഒരു മിസ്റ്ററി, ഒരു എന്തോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഗ്രേ ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രേ കളർ. അപ്പോൾ കടലിന്റെ മുഖത്ത് ഒരു ഗ്രേ കളർ കാണുന്നുണ്ട്, അങ്ങനെ കാണണം. ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്, അതേപോലെ തന്നെ ഗ്രേ കളറിലുള്ള ഡോൺ, ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതമായി വരുന്നതിനെയാണ് ഡോൺ എന്ന് പറയാം. ഓക്കെ, ആ ഒരു മോർണിംഗ് ആവുന്നതിനെ ഡോൺ ബ്രേക്കിംഗ്, അങ്ങനെ പ്രഭാതമായി വരണം. അപ്പോൾ ഇത്രയാണ് പോയിന്റിന് വേണ്ടത്. I must go down to the seas again, for the call of the running tide is a wild call and a clear call that may not be denied. പിന്നെയും സെയിം ലൈൻ തന്നെ, അതായത് ഈ പോയിട്രി 3 സ്റ്റാൻസാസ് ആണ്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് ആണ്. 4 ലൈൻസ് ഉള്ളതിനെ ക്വാർട്ടറൈൻസ് എന്നാ പറയാ. അപ്പോൾ ഫസ്റ്റ് ലൈൻ 3 സ്റ്റാൻസയിലും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ റെഫ്രെയിൻ എന്നും പറയും. ഇവിടെ നോക്കിയേ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ എന്നുള്ള വരി 3 സ്റ്റാൻസയിലും ആദ്യത്തെ വരിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റാൻസയിൽ ആ വരി വന്നിട്ടുണ്ട്, അതായത് കടലിലേക്ക് എനിക്ക് എന്തായാലും പോകണം. ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്, അതായത് റണ്ണിങ് ടൈഡ് എന്നെ വിളിച്ചേക്കാണ്. റണ്ണിങ് ടൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരകൾ എന്നെ വിളിക്കുകയാണ്. ആ ഒരു കോൾ കേട്ടിട്ട് എനിക്ക് എന്തായാലും കടലിലേക്ക് പോകണം. ഇറ്റ്സ് എ വൈൽഡ് കോൾ, അതായത് റണ്ണിങ് ടൈഡ് വിളിക്കുന്നത് എങ്ങനെയാണ്, വൈൽഡ് ആയിട്ടുള്ള ഒരു കോളാണ്.
ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. ആ ഒരു കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള കോളാണ്. എനിക്കത് ഡിനൈ ചെയ്യാൻ, അതായത് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ, അവോയ്ഡ് ചെയ്യാൻ പറ്റിയ കോൾ അല്ല. അങ്ങനെയാണ് എന്നെ റണ്ണിങ് ടൈഡ് എന്നെ വിളിക്കുന്നത്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ വിൻഡി ഡേ വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ് ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലൗൺ സ്പ്യൂം ആൻഡ് ദ സീഗൾസ് ക്രൈം. അപ്പോൾ എനിക്ക് വേണ്ടത്, അപ്പോൾ ഇങ്ങനെ കടലിലേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് എന്താ വേണ്ടത്? ഒരു വിൻഡി ഡേ ആയിരിക്കണം, നല്ല കാറ്റൊക്കെ ഉള്ള ഒരു ഡേ ആയിരിക്കണം. വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈങ്, വൈറ്റ് കളറിലുള്ള ക്ലൗഡ്സ്, മേഘങ്ങൾ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ, അതേപോലെ തന്നെ ഇങ്ങനെ ഷിപ്പൊക്കെ പോകുമ്പോൾ ഒരു സ്പ്രേ പോലെ, അതായത് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെ അത് വേണം. ആൻഡ് ദ ബ്ലൗൺ സ്പ്യൂം, അതേപോലെ തന്നെ പതഞ്ഞ് ഇങ്ങനെ പൊങ്ങൂലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ ഇതൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നത് കാണാം, പതഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ ആ ഒരു പത വരണം. ആൻഡ് ദ സീഗൾസ് ക്രൈ, അതേപോലെ തന്നെ കടൽക്കാക്കകൾ ക്രൈ ചെയ്യും വേണം. ഇങ്ങനെയൊക്കെ ആയിരിക്കണം, സീയിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്നാണ് പോയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ, അടുത്ത സ്റ്റാൻസയിൽ സെയിം ലൈൻ തന്നെയാണ്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ടു ദ വേഗ്രന്റ് ജിപ്സി ലൈഫ്. എനിക്ക് കടലിലേക്ക് പോകണം. എന്തിലേക്കാണ് പോകേണ്ടത്? ടു ദ വേഗ്രന്റ് ജിപ്സി ലൈഫ്. അതായത് വേഗ്രന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വാൻഡറിങ് ചെയ്ത് നടക്കുന്ന ജിപ്സി ആരാണ്? ഇങ്ങനെ നാടോടികളുണ്ടല്ലോ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ് ജിപ്സിയൊക്കെ. അപ്പോൾ ആ ഒരു ലൈഫിലേക്ക് എനിക്ക് പോകണം. ടു ദ ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ വെർ ദ വിൻഡ്സ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. ടു ദ ഗൾസ് വേ, അതായത് സീകൾ, കടൽക്കാക്കകളുടെ ആ ഒരു വഴിയിലൂടെ, അതേപോലെ തന്നെ വെയിൽസ്, അതായത് കടലിലുള്ള വെയിൽസിന്റെ വഴിയിലൂടെ പോകണം. വേർ ദ വിൻഡ് ഇസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്, ആ വഴിയിൽ വിൻഡ് എങ്ങനെയാണ്, കാറ്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ലൈക്ക് എ വെറ്റഡ് നൈഫ്, നല്ല മൂർച്ചയുള്ള കത്തി പോലെ. അതായത് നല്ല ഷാർപ്പായിട്ടുള്ള വിൻഡ്, കാറ്റ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാറ്റിനെ നല്ല മൂർച്ചയുള്ള കത്തിയോട് കമ്പയർ ചെയ്തേക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാറ്റ് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കാറ്റ് വേണം, കാറ്റിന്റെ ആ ഒരു ഷാർപ്നെസ് കാണിക്കാനാണ് വെറ്റഡ് നൈഫ് എന്ന് കാണിച്ചേക്കുന്നത്. And all I ask is a merry yarn from a laughing fellow rover and quiet sleep and a sweet dream when the long trick's over. പിന്നെ എനിക്ക് വേണ്ടത് ഒരു മെറി യാൺ ആണ്. മെറി യാൺ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല കഥകൾ. ആര് കഥകൾ പറഞ്ഞു തരണം എന്നാണ്? ഫ്രം എ ലോഫിംഗ് ഫെല്ലോ റോവർ, എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന, കടലിൻ്റെ കൂടെ ഒരാളും കൂടെ, എനിക്കൊരു ഫ്രണ്ടും കൂടെ വേണം ട്രാവൽ ചെയ്യുമ്പോൾ. എന്നിട്ട് അയാളുമായിട്ടുള്ള കോൺവെർസേഷനെയാണ്, അയാൾ പറയുന്ന കാര്യങ്ങൾ, അയാളുമായിട്ടുള്ള ആ ഒരു അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് മെറി യാൺ എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരണം, അയാളുമായിട്ട് എനിക്ക് കുറേ സംഭാഷണം നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഫ്രണ്ടിനും കൂടെ വേണം. ആൻഡ് ക്വൈറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിപ്പ് ഇസ് ഓവർ. എനിക്ക് പിന്നെ വേണ്ടത് ഈ ലോങ് ട്രിപ്പ് ഇസ് ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു ക്വയറ്റ് സ്ലീപ്പ് വേണം. എനിക്കൊരു ശാന്തമായിട്ടുള്ള ഒരു നല്ലൊരു സ്ലീപ്പ്, ഒരു നല്ലൊരു ഉറക്കം വേണം. ആൻഡ് എ സ്വീറ്റ് ഡ്രീം, ആ ഉറക്കത്തിൽ എനിക്ക് നല്ലൊരു സ്വപ്നം കാണണം. വെൻ ദ ലോങ് ട്രിപ്സ് ഓവർ, അതായത് ആ ലോങ് ജേർണി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം, ഉറക്കത്തിൽ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡ്രീമും കാണണം. അപ്പോൾ ഇതൊക്കെയാണ് സീ ഫീവർ എന്ന് പറയുന്ന പോയട്രിയിൽ സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ. താങ്ക് യു.